ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ബുദ്ധികേന്ദ്രം എ പത്മകുമാർ എന്ന പ്രത്യേക അന്വേഷണ സംഘം. പത്മകുമാർ കൂട്ടുപ്രതികളുമായി ഗൂഢാലോചന നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പുപാളിയെന്ന് സ്വന്തം കൈപ്പടയിൽ പത്മകുമാർ കുറിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശം. അന്വേഷണ സംഘം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമോ എന്നതാണ് ഇനി നിർണായകം. ഇതുവരെയുള്ള അന്വേഷണത്തിൽ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ എ പത്മകുമാർ എന്ന വിലയിരുത്തലിലാണ് SIT അറസ്റ്റിലേക്ക് കടന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ പത്മകുമാർ നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് വ്യക്തമാക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം വിട്ടു നൽകുന്നതിൽ തീരുമാനമെടുക്കുന്ന ദേവസ്വം യോഗത്തിന് മുൻപ് സ്വന്തം കൈപ്പടയിൽ സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന് പത്മകുമാർ എഴുതി ചേർത്തു. ദേവസ്വം യോഗത്തിൽ സ്വർണ്ണപ്പാളി കൈമാറുന്നത് വിശദീകരിച്ചതും പത്മകുമാറാണ്. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തുകയും ദേവസ്വം മാനുവൽ ലംഘിക്കുകയും ചെയ്തു. സ്വർണം അപഹരിക്കുന്നതിന് ഒത്താശ ചെയ്തു. തിരികെ എത്തിച്ചപ്പോൾ ആവശ്യമായ പരിശോധനകൾ നടത്താതെ സ്വർണ്ണക്കൊള്ള ഒളിപ്പിക്കുന്നതിന് കൂട്ടുനിന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ പത്മകുമാറിനെതിരെ SITയുടെ പ്രധാന കണ്ടെത്തലുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രണം തുടങ്ങിയത് ദേവസ്വം തലപ്പത്തെന്നാണ് കണ്ടെത്തൽ. എ പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ശബരിമല സന്നിധാനത്തും ആറന്മുളയിലെ വീട്ടിലും പലതവണ ഗൂഢാലോചന നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള വഴി പത്മകുമാർ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും കണ്ടെത്തലുണ്ട്. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം യോഗം ചേർന്ന ശേഷം SIT തീരുമാനിക്കും. ചോദ്യം ചെയ്യേണ്ടവരുടെയും മൊഴിയെടുക്കേണ്ടവരുടെയും അടുത്ത ഘട്ട പട്ടിക തയ്യാറാക്കും. ഡിസംബർ 3-നാണ് ഇനി അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.